ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ച് ആണ്. ഈ സ്പ്ലിറ്റ് സ്റ്റിച്ച് നമുക്ക് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചുരിദാറിൻ്റെ ബോർഡറിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഷോളിൻ്റെ ബോർഡറിലോ നമുക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം നേരെ ഒരു 1/4 ഇഞ്ച് നീളത്തിനും കുത്തി സൂചി താഴോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നൂലിൻ്റെ നടുക്കായിട്ട് നമ്മൾ കുത്തി പുറത്തോട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ചിന് ഫ്രണ്ടിലോട്ട് കുത്തി സൂചി എടുക്കണം. അങ്ങനെ നമ്മൾ നൂലിൻ്റെ നടുക്ക് കൂടി കുത്തിയെടുക്കുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമായിരിക്കും. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി അധികം വർക്കൊന്നും വേണ്ട എന്നുള്ളവർക്ക് സിമ്പിളായിട്ട് നമ്മൾ ഷോളിൻ്റെയൊക്കെ ബോർഡറിൽ കൊടുക്കാം, നമുക്ക് സ്ലിറ്റിൽ കൊടുക്കാം, പിന്നെ ചുരിദാറിൻ്റെയൊക്കെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് താഴ്ത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെക്കിൻ്റെ റൗണ്ടിലായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഇതിലൊരു നമുക്ക് സീക്വൻസോ അല്ലെങ്കിൽ ബീഡ്സോ വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ബിഗിനേഴ്സിനും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, ഒട്ടും ബുദ്ധിമുട്ടില്ല, അറിയാത്തവർക്കും നല്ലപോലെ ചെയ്യാൻ പറ്റും. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ല ഈസിയും എന്നാൽ ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനും പറ്റിയ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കരുത്. ഇതിലും എളുപ്പത്തിൽ വേറെ ഒരു സ്റ്റിച്ചും ഇല്ല. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള എല്ലാ ചുരിദാറിലും നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് ടുലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ. ഈ ടുലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചുരിദാറിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തുലിപ്പ് പോലെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് തന്നെ കുത്തി ഫ്രണ്ടിലോട്ട് ഒരു 1/4 ഇഞ്ചിന് സൂചി കുത്തി വയ്ക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ നൂല് സൂചിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് സൂചി അങ്ങ് വലിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു റൗണ്ടിന് സ്റ്റിച്ച് വന്നതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഒരു 1/4 ഇഞ്ചിനേക്കാളും ചെറിയ നീളത്തിന് സൂചി കുത്തി താഴ്ത്തു എടുത്തതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് റൈറ്റ് സൈഡിലോട്ട് കുത്തി സൂചി പുറത്തോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുത്തിവെച്ച നീളത്തിൽ കുത്തിവെച്ചതിൻ്റെ അകത്തൂടെ തുണിയിൽ കുത്താണ്ട് ആ നൂലിൻ്റെ അകത്തൂടെ കുത്തിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ആ നടുക്ക് ഭാഗത്തായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു തുലിപ്പ് റെഡിയാവും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കുത്തുന്നില്ലയോ, ആ കുത്തുന്നത് കുറച്ച് നീക്കിയിട്ട് വേണം കുത്താനായിട്ട്. അതായത് ഈ സ്റ്റിച്ചിൻ്റെ അടുത്തായിട്ട് കുത്താതെ കുറച്ച് നീക്കി റൈറ്റ് സൈഡിലോട്ട് കുത്തിയിട്ട് ചരിച്ച് നമ്മൾ നേരെ മറ്റേ സ്റ്റിച്ചിൻ്റെ നൂലിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കുത്തി കൊടുക്കണം. അങ്ങനെ കുത്തുന്നത് കുറച്ച് നീക്കി കുത്തി കൊടുത്താൽ മതിയാവും. തുലിപ്പ് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇതും ഒട്ടും പാടില്ലാത്ത ഒരു സ്റ്റിച്ചാണ്. ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. ബിഗിനേഴ്സ് ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇതൊന്നും ജസ്റ്റ് ഈ വീഡിയോ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള എത്ര ചുരിദാറുകൾ കാണും, ആ ചുരിദാറിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കണേ. എന്നാൽ ഓക്കെ, ബൈ.